പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ 3 നോമ്പിൻ്റെ 2ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ യുഗാന്ത പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. അവിടുന്ന് പറയുന്നു, ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. അതായത് കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച്, അത് എന്ന്, എപ്പോൾ, എങ്ങനെ സംഭവിക്കുമെന്ന് പിതാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് നാം സദാ ജാഗരൂകരായിരിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിക്കുന്ന ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. കർത്താവിൻ്റെ വാക്കുകൾ നോഹ സകലരോടും വിളിച്ചു പറഞ്ഞെങ്കിലും അവർ അതിന് ചെവി കൊടുത്തില്ല. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കർത്താവ് ഈ തിരുവചന ഭാഗത്തിലൂടെ. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. അതായത് ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുന്നവർ സ്വീകരിക്കപ്പെടും, കർത്താവിനോടൊത്ത് മഹത്വത്തിൽ പ്രവേശിക്കും. അല്ലാത്തവർ തിരസ്കരിക്കപ്പെടും. കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്ന് യേശുതമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കള്ളൻ രാത്രിയിൽ ഏത് സമയത്ത് വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ സമയത്ത് ഉണർന്നിരുന്ന് തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുമായിരുന്നു. ഏതു സമയത്ത് വരുമെന്നറിയാത്തതുകൊണ്ട് സദാസമയവും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അതുകൊണ്ട് നാം സദാ ജാഗ്രതയോടെ കാത്തിരുന്ന് കർത്താവിനാൽ സ്വീകരിക്കപ്പെടുന്നവരായി, അനുഗ്രഹീതരായി തീരണം. ഇന്നത്തെ ലേഖന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 12:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എപ്രകാരം നാം നോമ്പിൻ്റെ അരൂപിയിൽ ഒരുങ്ങി കാത്തിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലേഖന ഭാഗം. നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യണം. അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുകയും ചെയ്യണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നാം കർത്താവിനെ ശുശ്രൂഷിക്കണം. പ്രത്യാശയിൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും ചെയ്യണം. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അതിഥി സൽക്കാരത്തിൽ തൽപരരാകുകയും വേണം. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കാനിടയാകരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യണം. ഈ ക്രിസ്തീയ മൂല്യങ്ങൾ അഭ്യസിച്ച് പുണ്യത്തിൽ വളർന്ന് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനും സകലർക്കും അനുഗ്രഹമായി തീരാനും ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അനേകരെ ഇതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ദൈവം നമ്മയും ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുകയും
നമ്മുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നമുക്കെല്ലാവർക്കും മോചനം ലഭിക്കുകയും ചെയ്യട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ വായന 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നതിനെക്കുറിച്ചും നിനവയുടെ മാനസാന്തരത്തെക്കുറിച്ചുമാണ് ഈ വചനഭാഗത്ത് പറയുന്നത്. കർത്താവ് യോനായോട് അരുളിച്ചെയ്തു, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടി വന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്ന ശേഷം വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവനും ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയുകയും ചെയ്യണം. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. രാജാവ് കൽപ്പിച്ചതുപോലെ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് ജനം പിന്തിരിഞ്ഞു. അവരുടെ അനുതാപ പ്രവൃത്തികളും മാനസാന്തരവും കണ്ട് ദൈവം മനസ്സുമാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ദൈവം മനസ്സു മാറ്റാനും മഹാകരുണ അവരുടെ മേൽ ചൊരിയുവാനും ഇടയായി. 3 നോമ്പിൻ്റെ ഈ ദിനങ്ങളിലും തുടർന്നു വരുന്ന വലിയ നോമ്പിലും ഇത് നമുക്കൊരു മാതൃകയാകട്ടെ. അങ്ങനെ കർത്താവിൻ്റെ അതിരറ്റ കരുണയും കൃപാബാഹുല്യവും ദർശിക്കുവാനും നിരവധി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്കും ഇടവരട്ടെ. ഈ 3 നോമ്പും തുടർന്നു വരുന്ന വലിയ നോമ്പും ഏവർക്കും അനുഗ്രഹമാകുവാൻ സർവശക്തനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കുമാമേൻ.